നമ്മൾ വടുകമ്പുളി നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയില്ലേ, സദ്യയിൽ പിക്കിൾ ഉണ്ടാക്കാറുള്ള നാരങ്ങ. അതുകൊണ്ടൊന്നൊരു മധുര പിക്കിൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ 3 കപ്പ് ഞാൻ അരിഞ്ഞ നാരങ്ങയാണുള്ളത്. അതിലേക്ക് ഞാൻ എടുക്കുന്നത് ശർക്കരയുടെ പൊടിയായത്, ജാഗറി പൗഡർ. അത് 1 കപ്പ് വേണം. 3 കപ്പിന് 1 കപ്പ് എന്നുള്ള അളവിലാണ് എടുക്കണത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ജിഞ്ചിലി ഓയിലാണ്, എള്ളെണ്ണയിലാണ്. പിന്നെ നമുക്ക് കായം വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കടുക് ഇത്രയും വേണം. പിന്നെ നമുക്ക് ഉണക്കമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ ഞാൻ പറഞ്ഞു ഏകദേശം 1 കപ്പോളം തന്നെ ശർക്കര വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് 1 കപ്പ് ശർക്കര ഇടുകയാണ്. ഈ ശർക്കരയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അതിന് ഞാനൊരു ചെറിയ കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളവും ചേർക്കാം. ഏകദേശം ഇത്രയും വെള്ളം മതി. ചെറിയ കപ്പിൽ ഒരു 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് അവിടെ ഇരുന്നിട്ട് ശർക്കര പാനി പോലെ ആവട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിൽ ജിഞ്ചിലി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ എള്ളെണ്ണ ആട്ടോ എടുത്തേക്കണേ. കുറച്ച് എണ്ണ കുറച്ച് കൂടുതലുണ്ട്, 2-3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ജീരകം ഇടാം. കുറച്ച് തീ കുറച്ച് വയ്ക്കാം. ഒരു ടീസ്പൂണോളം ജീരകം ഇട്ടു. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉണക്കമുളക് മുറിച്ച് വെച്ചില്ലേ അതിടാം. കറിവേപ്പില, ഇഞ്ചി ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യാൻ കഴിക്കും. ഇഞ്ചി ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായവും ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. മധുരത്തിനൊപ്പം നമുക്ക് എരിവും വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയാണത്. കായം 1 ടീസ്പൂൺ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് വേണ്ടി വരും. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തു. ഈ സമയത്ത് നമുക്ക് നാരങ്ങ ചേർക്കാം. 3 കപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നാരങ്ങ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമ്മുടെ ശർക്കരപ്പാനി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് നാരങ്ങ അടച്ച് വേവിക്കാം. ഒരുവിധം വെന്തങ്ങ് സോഫ്റ്റായിട്ട് വേണം നമുക്ക് പാനി ചേർക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടോ. നാരങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനി അതിലൊഴിക്കാം. ഇനി പാനി ഈ നാരങ്ങ കൂടെ ഒന്നിച്ച് കിടന്നങ്ങ് വറ്റി വരണമ്പോൾ നമുക്ക് ഇറക്കാം. ഈസിയാണ്, പക്ഷെ ഇപ്പോൾ ഈ നാരങ്ങയ്ക്ക് ശരിക്കും കയ്പ്പുണ്ടല്ലോ, അത് കാരണം ആ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ശർക്കരപ്പാനി ചേർക്കണത്. ഇപ്പോൾ ശർക്കരപ്പാനി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാം. ഇനി ശരിക്കും അങ്ങനെ ഒന്ന് വറ്റി വരണം.
ചെറിയൊരു കറുപ്പ് കളറായില്ലേ. ഇനി ഒന്ന് വറ്റട്ടെ. ഇനി തുറന്നു വെച്ചാൽ മതി നമുക്ക്. അപ്പോൾ ആ കയ്പ്പും മധുരവും കൂടെ ഒന്ന് ബാലൻസായി പാകത്തിന് ഉപ്പുണ്ടോയെന്നും കൂടെ ഒന്ന് ഈ സമയത്തൊന്ന് നോക്കണം നമ്മൾ. അത് കഴിഞ്ഞ് വറ്റി വരുമ്പോൾ നമുക്ക് വാങ്ങാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് വാങ്ങാം. കുറേ നേരം വച്ചുകൊണ്ടിരുന്ന ആ ശർക്കര ഒരു നൂൽപ്പരുവായി ഭയങ്കര ഒരു ജാമിൻ്റെ പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്കിത് ഈ ഒരു പാകത്തിൽ വാങ്ങാം. നാരങ്ങ വെന്തയുണ്ട്, എന്നാൽ ശർക്കരയും ഇതെല്ലാം ഉണ്ട്. ഇനി ഒന്നൊരു ഇരിക്കുമ്പോഴേക്കും ഒന്നോടെ അതങ്ങോട്ട് സെറ്റായിക്കോളും. ഇത്രേ ഉള്ളൂ. നമ്മുടെ മധുര നാരങ്ങ പിക്കിൾ റെഡി ആയിട്ടുണ്ട്.